ഇപ്പോൾ ഒരു പുതിയ വിവരം കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ക്ലബ് 7-ൽ മുറിയെടുത്തു എന്ന് രാഹുൽ മാങ്കൂട്ടം അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരിക്കുകയാണ്. സമ്മതിക്കാതെ വേറെ മാർഗമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിനിൽക്കുന്നു. രാജ്കുമാർ എന്നോടൊപ്പം ചേർക്കുകയാണ്. രാജ്കുമാർ, അതായത് ക്ലബ് 7 എന്ന് പറയുന്ന മാൾക്കം ഹോട്ടൽ, അവിടെ മുറിയെടുത്തു എന്ന് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരിക്കുകയാണോ? സുപ്രധാനമായ വിവരമാണ്. ഈ തെളിവെടുപ്പിനിടെ ഈ നാലാം നിലയിൽ ക്ലബ് 7-ന്റെ 4-ാം നിലയിൽ എത്തിച്ചു. 408 എന്ന് പറയുന്ന മുറിയുടെ മുന്നിലേക്ക് എത്തിച്ചു. ഇവിടെ അവർ ആദ്യം രേഖകൾ പരിശോധിച്ചിരുന്നു. പോലീസ് നേരത്തെ തന്നെ രേഖകൾ പരിശോധിച്ച് അതിന്റെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ ഒറിജിനൽ ഈ രജിസ്റ്റർ രേഖ ഇതിന്റെ അന്വേഷണ സംഘം ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് രാഹുൽ BR എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിജീവിതയുടെ പേരുമുണ്ട്, പക്ഷെ അത് നമുക്ക് ഇവിടെ പറയാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നില്ല. ഒരു മണിക്കാണ് രാഹുൽ BR B ഫോർ ബോയ്, R ഫോർ രാഹുൽ, രാഹുൽ BR എന്നാണ് രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടം എന്നല്ല എഴുതിയിരിക്കുന്നത്, രാഹുൽ BR എന്നാണ് രേഖകളിലുള്ള രാഹുൽ മാങ്കൂട്ടം ഇയാളുടെ രേഖകളിലുള്ള പേര് അങ്ങനെ മറ്റോ ആണോ? അല്ല, അത് ഇനി ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. രാഹുൽ BR എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ അത് ഇതില് ഈ 2024 ഏപ്രിൽ 8-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടെ എത്തി ഈ അതിജീവിതമായി 1 മണിക്കൂർ നേരം താൻ ഈ മുറിയിൽ ചെലവഴിച്ചു എന്ന് അന്വേഷണ സംഘത്തോട് രാഹുൽ മാങ്കൂട്ടം സമ്മതിച്ചു. പക്ഷേ ഈ അതിജീവിതയെ എന്തിന് പീഡിപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് മൗനം പാലിക്കുകയായിരുന്നു, ഉത്തരം നൽകാൻ തയ്യാറായിട്ടില്ല. അതാണ് ഇപ്പൊ അന്വേഷണ സംഘത്തിൽ നിന്ന് SIT നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന പുതിയ വിവരം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ക്ലബ് 7 ഹോട്ടലിൽ മുറിയെടുത്തു എന്ന് രാഹുൽ മാങ്കൂട്ടം സമ്മതിച്ചിരിക്കുന്നു. രാഹുൽ BR എന്ന പേരിലാണ് മാങ്കൂട്ടം അവിടെ മുറിയെടുത്തത്, അല്ലേ? അതെ, രാഹുൽ BR എന്നുള്ള പേരിലാണ് മുറിയെടുത്തത്. അതായത് ഏപ്രിൽ മാസം 2024 ഏപ്രിൽ 8-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവരെത്തി. നേരത്തെ ഷാജഹാൻ പറഞ്ഞതുപോലെ ഇതൊരു മാൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആര് വന്നു പോയാലും അതിൽ ശ്രദ്ധിക്കാനേ പോകുന്നില്ല. അത് VIP-കളാണെങ്കിലും സെലിബ്രിറ്റികളാണെങ്കിലും അവർ ഈ പടി വഴിയാണ് കയറി പോകുന്നതെങ്കിൽ ഒരു കിളിക്കുഞ്ഞു പോലും അറിയില്ല. ഈ ആദ്യത്തെ ഒരു 2 നില 3 നില ഇതിന്റെ ഈ മാളുമായി ബന്ധപ്പെട്ട ഈ റിസപ്ഷൻ ഉൾപ്പെടെയുള്ളതെല്ലാം അവിടെയുണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ ഏറ്റവും മുകളിലുള്ള 3-5 നിലകളാണ് ഈ പറയുന്നത് പോലെയുള്ള ഇതിന്റെ ഹോട്ടൽ മുറികൾ പ്രവർത്തിക്കുന്നത്. അവിടേക്ക് ആരെങ്കിലും കടന്നു പോകുന്നത് ആ ഒരു പ്രൈവസി ഉണ്ട്, അത് ആരും അറിയാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ പിന്നെ CCTV ക്യാമറകൾ പരിശോധിച്ചാൽ മാത്രമേ ആരാണ് അതുവഴി കടന്നു പോകുന്നതെന്ന് കാണാനൊക്കൂ. പക്ഷെ ഇതൊന്നും ഈ റിസപ്ഷനിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നേ ഇല്ല. ഇതാദ്യം അതിജീവിത വന്ന് അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്ന് മുറി എടുക്കുന്നു. ആ കിട്ടിയ മുറി 408. അവിടെ അതിജീവിത ആദ്യം ചെല്ലുന്നു, രാഹുൽ മാങ്കൂട്ടം തൊട്ട് പിന്നാലെ ചെല്ലുന്നു. അവിടെ 1 മണിക്കൂറോളം അതിജീവിതയുമായി ചെലവിടുന്നു. അവിടെ അതിലുണ്ടായതാണ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ മുറിയിൽ വെച്ച് നടന്ന സംഭവങ്ങൾ, കൊടിയ പീഡനം ഉൾപ്പെടെയുള്ള മർദ്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് സംഭവിച്ചതായിട്ടാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്കുമാർ, ഒരു സംശയം. നേരത്തെ ഈ കേസ് പുറത്തു വന്നപ്പോൾ നമ്മൾ കേട്ടിരുന്നത് ഈ അതിജീവിതയായ പെൺകുട്ടിയെ കൊണ്ടാണ് അവിടെ മുറി ബുക്ക് ചെയ്യിപ്പിച്ചത് എന്നാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ BR എന്ന പേരിൽ സ്വന്തം നിലയ്ക്കാണ് മുറി ബുക്ക് ചെയ്തത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്കുമാർ, അതെ, അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയതും. അതിജീവിതയുടെ പരാതിയിലും മൊഴിയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. തന്നെ കൊണ്ടാണ് മുറി ബുക്ക് ചെയ്യിപ്പിച്ചത്. അത് ഇങ്ങനെയാണ് ഇവിടെ ക്ലബ് 7-ൽ വന്നിട്ട് ആ പെൺകുട്ടിയുടെ പേരിൽ ആ പെൺകുട്ടിയെ കൊണ്ട് രാഹുൽ BR എന്ന പേരിൽ മുറി ബുക്ക് ചെയ്യിപ്പിക്കുകയായിരുന്നു. അതെ, അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഈ പോലീസിന്റെ ഈ പറയുന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിലും മറ്റും സൂചിപ്പിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വലിയ ഒരു മൊഴി തന്നെ ആ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് മുഴുവനും നമുക്ക് വായിക്കാൻ കഴിയില്ല. അത്രമാത്രം അതൊരു സർട്ടിഫിക്കറ്റിനേക്കാളും ഭീകരമായി നമുക്ക് തോന്നുന്ന അതുപോലെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നതിൽ ഏറെയും. അതുകൊണ്ടാണ് വീട്ടുകാരും കുഞ്ഞുങ്ങളും ഒക്കെ നമ്മുടെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ മുൻപിൽ നമ്മളത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പാതകമാകും. ഒന്ന്, ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം, പിന്നെ നമ്മളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന കുടുംബങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി മാറും. അത് നമ്മൾ വായിക്കാൻ പോയി കഴിഞ്ഞാൽ. കാരണം അത്രമാത്രം മോശപ്പെട്ട അനുഭവമാണ് ആ പെൺകുട്ടിക്ക് ഈ പറയുന്ന നിരന്തര പീഡകനായ MLA-യുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നത് എന്നത് സങ്കടകരമാണ്. രാജ്കുമാർ, ഈ രാഹുൽ BR എന്ന പേര് അയാളുടെ ഒറിജിനൽ പേരാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ വ്യാജരേഖകളും വ്യാജ കാര്യങ്ങളും സൃഷ്ടിച്ചതിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ കേട്ട് പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു വ്യാജ പേര് ഉപയോഗിക്കാൻ അയാൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എന്നത് മുൻ അനുഭവങ്ങളായി നമ്മുടെ മുൻപിലുണ്ട് താനും. അല്ല, ഏത് കാര്യം ചെയ്താലും അതിലൊരു കോൺസ്പിറസി ഉണ്ട്.
നേരായ വഴിക്ക് ഒരു കാര്യങ്ങളും ഇന്നേവരെ രാഹുൽ മാങ്കൂട്ടം ചെയ്തതായി രാഷ്ട്രീയത്തിലും നമുക്കറിയില്ല. അയാളുടെ വ്യക്തി ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ, അതിൽ വരുന്ന പീഡന പരാതികൾ, 3 പരാതികൾ എത്തിയതിലും ഇതിലെല്ലാം തന്നെ കോൺസ്പിറസി വളരെ വ്യക്തമാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് ഇവരെ വശീകരിക്കുന്നു, അയാളുടെ ഇംഗിതത്തിന് ഇവരെ വിധേയമാക്കുന്നു, ലൈംഗികമായ കാര്യങ്ങൾക്ക് അവരെ ഉപയോഗിക്കുന്നു, അവർ ഗർഭിണികളാവുന്നു, പിന്നീട് ഗർഭചിത്രത്തിന് ഇവരെ നിർബന്ധിതമായി അതിന് വിധേയമാക്കുന്നു, അത് ചെയ്തില്ലെങ്കിൽ വധിക്കുമെന്ന് ഭീഷണി. അങ്ങനെ പല തരത്തിലാണ് ഇയാളുടെ മാനസികവും ശാരീരികമായ പീഡനങ്ങൾ ഈ അതിജീവിതകൾ മുഴുവനും നേരിട്ടത്. ഇനിയും ഏറെ ആളുകൾ ഈ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ നമ്മളോട് ഈ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പരസ്യമായി പറയാൻ അവർക്ക് ധൈര്യമില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു പറയുമോ എന്നൊരു ഭീതി. എന്തിന് നമ്മുടെ സാക്ഷാൽ പ്രതിപക്ഷ നേതാവിനും അവരുടെ ഗോഡ് ഫാദർമാരായ പ്രതിപക്ഷ നേതാവിനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ളവർക്ക് ആ ഭീതി ഉള്ളിലുണ്ടാവാം. KC വേണുഗോപാൽ പോലും ഇതുവരെ ഇയാളെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. ഈ അടൂർ അദ്ദേഹം ഇതുവരെ ഈ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ആകപ്പാടെ ഇയാളെ തള്ളിപ്പറഞ്ഞത് ഈ നമ്മുടെ VM സുധീരൻ മാത്രമാണ്. മറ്റാരും തള്ളിപ്പറയാൻ അങ്ങനെ ഒരു ധൈര്യപ്പെട്ടിട്ടില്ല. രമേശ് ചെന്നിത്തല പോലും കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നു എന്നല്ലാതെ ഇയാളെ കുറ്റപ്പെടുത്താൻ അയാളൊരു നീചനാണെന്നോ അതിജീവിതകളോട് ഇത്ര ക്രൂരമായി പെരുമാറിയല്ലോ എന്ന് രാഷ്ട്രീയ പ്രതിയോഗികളെ കൃത്യമായി വേട്ടയാടിയിരുന്ന ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ പതിയെ അവിടെ നിന്ന് മുങ്ങുന്നതാണ് നമ്മളിപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ഏതായാലും മുറിയെടുത്തു എന്നിപ്പോൾ സമ്മതിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം. 408 നമ്പർ മുറി രാഹുൽ BR എന്ന പേരിലാണ് അവിടെ പെൺകുട്ടിയെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 മണിക്കൂർ 24 അതായത് 2024 8-ാം തീയതി ഏപ്രിൽ മാസം അവിടെ ഉണ്ടായിരുന്നുവെന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടം സമ്മതിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ പെൺകുട്ടിയെ റൂമിൽ വെച്ച് ഉപദ്രവിച്ചു എന്ന കാര്യം സമ്മതിച്ചിട്ടില്ല. അത് സ്വാഭാവികമാണ്, അയാൾ അത് സമ്മതിക്കുകയുമില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. മുറിയെടുത്തു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. അത് വേറെ കൊണ്ടുമല്ല, ആ രീതിയിൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു. CCTV ഫുട്ടേജസ് ഉണ്ട്, അവിടുത്തെ രേഖകളുണ്ട്. ഇനി അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയാളുടെ കുറച്ചുകൂടി ഡിജിറ്റൽ ഡിവൈസുകൾ കണ്ടെടുക്കാനുണ്ട്. അതിന് പാലക്കാട്, വടകര തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ആ രീതിയിലേക്ക് അങ്ങോട്ടൊക്കെ തെരച്ചിലിനുള്ള സാധ്യത നമ്മളിപ്പോൾ കാണുകയാണ്. അടൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര അവസാനിക്കുന്നത് വടകരയിലാകുമ്പോൾ വടകരയിൽ ആരാണ് സംരക്ഷകൻ? വടകരയിൽ ഫ്ളാറ്റ് ആരുടേതാണ്? ആ ഫ്ളാറ്റിൽ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ? ഇനി മറ്റാരെങ്കിലുമായി ആ ഫ്ളാറ്റിൽ പോയിട്ടുണ്ടോ? ആ ഫ്ളാറ്റിലേക്ക് ഒരു പെൺകുട്ടിയെ വിളിക്കാൻ മാത്രം ആ ഫ്ളാറ്റിന്റെ ഉടമയുമായിട്ട് ഇയാൾക്കുള്ള അടുപ്പം എന്താണ്? ബന്ധമെന്താണ്? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. പലരും വിയർക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ.